ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളിന്ന് ബിഗ് ബോസ് കാണുന്നവരാണെങ്കിൽ എന്താണ് ബിഗ് ബോസിനുള്ളിൽ നടക്കുന്നത്? നെവിൻ ക്വിറ്റ് ആയി എന്ന് പറയുന്നു. എന്തിനാണ് നെവിൻ ക്വിറ്റായത്? അനുമോൾ അടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നെവിൻ ക്വിറ്റാവുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി അമർത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിടുന്ന കൊച്ചു കൊച്ചു വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നെവിൻ സ്വേച്ഛാധിപതിയായി, നമ്മുടെ ജിസേൽ റാണിയായി. ഭയങ്കര ഭരണമായിരുന്നു. എന്തായിരുന്നു ഇന്നലെ ലൈവിൽ? ചിരിയും കളിയും ആർമാദമായിരുന്നു. പക്ഷെ ഇന്ന് നേരെ തലകുത്തനെയായി. ബിഗ് ബോസ് വീട്ടിൽ നെവിനും ജിസേലിനും മാത്രമേ പണിപ്പുരയിൽ കയറാനുള്ള അധികാരം കൊടുത്തു ബിഗ് ബോസ്. പരമാവധി അവരെ കൊണ്ട് പണിയെടുപ്പിച്ചു. അതിൽ അനുവിൻ്റെ ഡ്രസ് പാക്കറ്റ് ജിസേൽ എടുത്തിട്ട് വീണ്ടും അവിടെ തന്നെ വെച്ചപ്പോൾ ബിഗ് ബോസ് വീട്ടിൻ്റെ വാതിലടച്ചു. പണിപ്പുരയുടെ വാതിലടച്ചു. അതേതായാലും കലക്കി. ഇന്നലെ മുതൽ പുതിയ ഭരണാധികാരിയെ ഏറ്റെടുത്തിട്ടുള്ള, അതായത് ക്യാപ്റ്റൻസി ഏറ്റെടുത്തിട്ടുള്ള അപ്പാനി ശരത്ത് നിയമങ്ങളൊക്കെ ഉണ്ടാക്കി ഇന്ന ആൾക്കാരെ വെസൽ ടീമിലും കിച്ചൺ വർക്കിനും പിന്നെ എല്ലാ ഏരിയയിലേക്കുള്ള ആളുകളെയൊക്കെ തരംതിരിച്ച് അയച്ചു. എല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് രണ അവിടെ വന്നു. എന്തിനാണ് രണയ്ക്ക് അതിൻ്റെ ആവശ്യം? അവരെടുക്കുന്ന പണി അവിടെ എടുത്താൽ പോരെ? ഇവർക്ക് സമയത്ത് ഭക്ഷണം കിട്ടിയാൽ പോരെ? അപ്പോൾ രണ എന്ത് ചെയ്യണം? വന്നു. എന്നാൽ അത് നല്ല രീതിക്ക് പറഞ്ഞിട്ട് അടുക്കളയിൽ കയറി വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു രസമുണ്ട്. ഇത് വെറുതെ അപ്പാനിയോടും പിന്നെ എന്താണ് നമ്മുടെ നെവിനോടും ആദ്യം പോയി കൽപ്പിച്ചത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സ്വകാര്യത്തിൽ പോയി പറഞ്ഞ് എന്നെയും കയറ്റണം, അങ്ങനെ തമ്പ്രാൻ്റെ അടുത്ത് ചെല്ലുന്നു. തമ്പ്രാനോട് അനുവാദം വാങ്ങുന്നു. അവർ കിച്ചണിൽ കയറുന്നു. പിന്നെ അടിയായി പിടിയായി. നമ്മുടെ അനു അവിടുന്ന് സമ്മതിക്കുന്നില്ല. കറിക്ക് വേണ്ടി അടി കൂടുന്നു. രാജ്ഞിക്ക് വേറെ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറയുന്നു. ഇതൊക്കെ ശരിയായ കാര്യമാണോ? ഇതൊക്കെ ജനങ്ങളെ ശരിക്കും മണ്ടന്മാരാക്കേണ്ടത്. ഇവരെല്ലാവരും അത്രയും പേര് ഒരുമിച്ച് നിന്നുകൊണ്ട് അനു എന്നൊരു കൊച്ചു പെണ്ണിനോട് മസിൽ പിടിക്കാൻ ചെന്നിരിക്കുക. അനു വിട്ടുകൊടുത്തില്ല. അനു ഒറ്റ സ്റ്റാൻഡിൽ തന്നെ നിന്നു. പക്ഷേ ഇന്ന് ജനത്തിൻ്റെ കയ്യടി നേടുന്ന അനുവാണ്. എല്ലാവരും കമൻ്റ് ഇടുന്നു. അനുവിനെതിരെ കമൻ്റ് ഇടുന്നവരും ഉണ്ട്. പക്ഷേ നമ്മൾ ആരെയും കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം ചുവട്ടിൽ വന്ന് കമൻ്റ് ഇടാനും പലരും ഉണ്ട്. അതേപോലെ ലന ഫാത്തിമ ചീവീട് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ചീവീട് ഞാൻ കണ്ടിട്ടില്ല. 19 വയസ്സുള്ള ചീറുകയാണ് കിടന്നിട്ട്. ഒന്നും പറയുന്ന അങ്ങ് മനസ്സിലാവില്ല. ആളുകളോട് എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് പോലും ആ കുട്ടിക്ക് അറിയുന്നില്ല. അപ്പനെ കയറി അപ്പൻ തിരിച്ചിങ്ങോട്ട് പറഞ്ഞാൽ എടാന്ന് വിളിച്ചാൽ പോടാന്ന് വിളിക്കാനുള്ള അധികാരം ഉണ്ട് എന്ന് പറഞ്ഞ കുട്ടിയാണ്. ഇതൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് നടക്കുന്ന ഓരോരോ കാരണങ്ങൾ. അപ്പം നമുക്ക് ഏത് വേദിയിലായാലും, എത്ര ഉന്നതങ്ങളിലായാലും, എത്ര വലിയ ഗെയിമായാലും നമ്മൾ ബഹുമാനം വിട്ട് ആരോടും സംസാരിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കണം. ഗെയിമാണ്, പക്ഷേ എന്നാലും നമ്മൾ പിന്നീടും ആ ഒരു വ്യക്തിയെ കാണേണ്ടതല്ലേ? അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഞാൻ ഫാത്തിമയ്ക്കില്ല. അവിടെ ഫുള്ള് കുത്തിത്തിരിപ്പെല്ലാവരും. കുത്തിത്തിരിപ്പിൻ്റെ ഉസ്താദുകളാണ്. കുടുംബശ്രീക്കാരെ കുറ്റം പറഞ്ഞിപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ശരിക്കും നടക്കുന്നത് കുടുംബശ്രീ ആണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരാളുടെ ഒരു നുണയും കുറ്റം ഒന്നും പറയാതെ വല്ലതും കിട്ടി തിന്ന് ഞമഞ്ഞ് നടക്കുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ, നമ്മുടെ രേണു സുധി മാത്രം. പക്ഷേ ഇന്ന് കിച്ചണിൽ കേട്ട് 1-2 വർത്താനം പറയുന്നത് കേട്ടു. പിന്നെ ആ സൗണ്ടും കേൾക്കാതെ ഇതെന്തേത്താ. അപ്പം ഞാൻ മറ്റൊരു വീഡിയോയുമായി നമുക്ക് മുമ്പിൽ വരുന്നതാണ്.